പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് ചെങ്ങളായ ഗ്രാമപഞ്ചായത്തിലെ സച്ചിൻ സണ്ണിയുടെ കൃഷിയിടത്തിലാണ് നിൽക്കുന്നത്. നമ്മളിവിടെ ഒരു പ്രത്യേകത കണ്ടത്, നമ്മുടെ ഇവിടെ കുരുമുളക് പടർത്തുന്നത് ഒരു സ്പെഷ്യൽ രീതിയിലാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് സഞ്ജയനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തത്. അത് നമ്മൾ ആദ്യത്തെ പ്രാവശ്യം കൊടിത്തല മുറിച്ച് കുഴിച്ച് നമ്മൾ ഇടും. അതോടുകൂടി ഈ കവുങ്ങിൻ്റെ ഭാര്യയിലേക്കില്ലേ ഇതിനെ കയറ്റി വിട്ട് അതിൻ്റെ ചുവട്ടിൽ പ്ലാവിൻ്റെ കുരുവിട്ട് കുറച്ച് വളർന്നു കഴിയുമ്പോൾ അത് മുകളിൽ നിന്ന് ഇങ്ങനെ നമ്മൾ അടത്തിയെടുത്തി അട്ടക്കാലിൻ്റെ കൊടിയുടെ അട്ടക്കാൽ അടത്തിയെടുത്തി താഴെയിട്ട് അതിൻ്റെ ഇലകളെല്ലാം നുള്ളി കളയും. കൂമ്പിലെ ഇല മാത്രം നിർത്തും, ബാക്കിയെല്ലാം എന്നിട്ട് അതിൻ്റെ ചുവട്ടിൽ വലിയ ഇച്ചിരി താഴത്തിൽ കുഴിയെടുത്ത് അതിൽ ചൊറച്ചിടും. വട്ടത്തിൽ ചൊറച്ചിട്ട് അത് അവിടെ നിന്ന് അടിയിൽ നിന്ന് വെച്ച് കെട്ടും. അടിയിൽ നിന്ന് വെച്ച് കെട്ടുമ്പോൾ എല്ലാ സ്ഥലത്തും കണ്ണികളും കുരുമുളകും അടിയിൽ നിന്ന് മുതൽ മുകളിലേക്ക് നമുക്കൊരു രണ്ടാൾ പൊക്കാവുമ്പോൾ പ്ലാവ് കട്ട് ചെയ്യും. മറ്റ് മരങ്ങളൊന്നും മുരുക്കോ തേക്കും മരമെല്ലാം എന്നാലും നിൽക്കുന്നില്ല. അപ്പം കേടുകൾ കൂടുതലാണ്, പുഴുശല്യം ഭയങ്കര. നമ്മുടെ സാധാരണ പ്രജനന രീതിയിനേക്കാളും ഇതിൽ കണ്ടൊരു സ്പെഷ്യാലിറ്റി ഇതെന്ന് പറഞ്ഞാൽ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ മറ്റേത് നമുക്ക് മണ്ടയിൽ നിന്നാണ് കുരുമുളക്, ഒരാൾ പൊക്കത്തിൽ നിന്നാണ്, ഒരാൾ ഹൈറ്റിൽ നിന്നാണ് കുരുമുളക് കാച്ചു കൊടുക്കുന്നത്, കണ്ണി കുത്തുന്നത്. ഇതിപ്പം ചോട്ടിനെ അടിയിനെ കണ്ണി കുത്തി കയറും. പിന്നെ കൊടി പൊതിഞ്ഞ് ശരിക്ക് നല്ല ആർത്ത് ചുറ്റും പൊതിഞ്ഞ് കയറും. അത് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതുപോലെ നല്ല മഴയിലെ അവസരം മറ്റേ ചീച്ചിൽ വരാതെ മണ്ണിന് നല്ല പൊടി വേണം. എന്നാലേ തുരിശടിക്കും. ഉടമിശ്രം കലക്കി ചോട്ടിൽ ഒഴിച്ചു കൊടുക്കും. അങ്ങനെ ചെയ്തുള്ളൂ. പിന്നെ രണ്ടാമത് പിന്നെ പ്രത്യേകിച്ച് ഒന്നും പിന്നെ ചാണാനാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. അത് അകലത്തിൽ 1 മീറ്റർ അകലത്തിൽ കായ്ക്കാൻ മുതൽ ഇട്ട് കൊടുക്കും. 1 മീറ്റർ അകലത്തിലേ ഉള്ളൂ. പിന്നെ ചോട്ടിൽ കിളയ്ക്കാനോ പറക്കാനോ നിൽക്കരുത്. കിളച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വേര് പൊട്ടിക്കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് കൊടി കേട് വരും. പിന്നെ അതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ പുറമേ നിന്ന് മണ്ണെടുത്ത് ചോട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. അവിടെ കിളയ്ക്കരുത്. ആ പരിസരത്ത് നമുക്ക് കൈകൊണ്ട് പുല്ല് പറിക്കണം. ചത പറ്റരുത് ഒരു കാരണവശാലും. ചത പറ്റിയാൽ കൊടി പോകും. നമ്മൾ നേരത്തെ രീതി കാണിച്ചു തന്ന പതിപ്പിച്ചെടുത്തിട്ട് നമുക്ക് നിലം തൊട്ടേ വിള കിട്ടുന്ന ഒരു ചെയ്ത രീതിയാണിത്. ഇത് നമുക്ക് ഇതിൽ നിന്ന് കാണാൻ സാധിക്കും. നമുക്ക് നിലം തൊട്ടേ മേലെ വരെ, അതായത് നമ്മുടെ ഒരു 12 ഫീറ്റ് ഹൈറ്റിൽ നമുക്ക് ഇതിൽ നമുക്ക് വിള എടുക്കാൻ സാധിക്കും. മറ്റേതിനെ അപേക്ഷിച്ച് നോക്കുമ്പം ഒരു 1 ഫീറ്റിന് നമുക്ക് സാധാരണ നോർമൽ യൂസ് ചെയ്യുമ്പോൾ വേസ്റ്റ് ആയിരിക്കും. ഇതാകുമ്പം ഇങ്ങനെ അടിയിൽ നിന്ന് പതിപ്പിച്ചെടുക്കുമ്പോഴേ 12 ഫീറ്റ് വരെ നമുക്ക് വിളകൾ ലഭിക്കും. അതുകൊണ്ട് നമുക്ക് ഏറ്റവും ഉപകാരമാണിത്. ഇപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇത്രയും നേരം കണ്ട വീഡിയോ കോവിഡ് കാലത്ത് ഒരു 3 വർഷം മുന്നേ എടുത്ത ആ നടുന്ന ഒരു ഇറക്കിപ്പതിക്കൽ എന്ന് പറയുന്ന രീതി പ്രാക്ടിക്കലായി ചെയ്ത് കാണിച്ചതാണ് നമ്മൾ ഇത്രയും നേരം കണ്ട വീഡിയോ. ഇപ്പോൾ നമ്മളുള്ളത് അതേ പ്ലോട്ടിൽ അതേ സ്ഥലത്ത്. ഇപ്പോൾ ആ കുരുമുളകിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നുള്ളതാണ് സച്ചിനേട്ടാ, സണ്ണിയേട്ടാ, നമുക്കിത് ഒന്ന് കാണാം. എങ്ങനെയാണ് ഉള്ളത് എന്ന് നമുക്ക് കാണാം. നോക്ക്, നമ്മൾ ആ കണ്ട ആ രീതി തന്നെയാണ് നമുക്കിവിടെ, അന്ന് പറഞ്ഞ ആ രീതി തന്നെയാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയുക. നമുക്ക് താഴത്തുനിന്ന് മുതലേ തന്നെ നമുക്ക് നോക്കാം. കിണറൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. വളരെ താഴത്തുനിന്ന് തന്നെ കിണർ വന്ന് നിൽക്കുന്ന ഒരു രീതി നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതാണ് ഇതിൻ്റെ ഇറക്കി പതിക്കലിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയായിട്ട് ഇവർ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഒന്നുള്ളത്, ഇങ്ങനെ ഉയർന്ന് വന്ന് വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരവസ്ഥയും നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇതാണ് ഇങ്ങനെ കാണാൻ വേണ്ടി കഴിയും. നന്നായി വളർന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇത് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, സച്ചിൻ എന്ന് പറഞ്ഞതുപോലെ ആർത്തലച്ച് വളരുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ വളർന്ന ഒരു സിസ്റ്റവും നമുക്ക്, അല്ലെങ്കിൽ ഒരു പ്രത്യേകതയും നമുക്ക് ഇവിടെ ആർത്തലച്ച് വളർന്ന ഒരു രീതിയും നമുക്ക് 3 വർഷം കൊണ്ട് നമുക്ക് ഒരു പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ഈ ഇറക്കി പതിക്കൽ രീതിയിൽ നമുക്ക് ഇപ്പോൾ പ്രത്യക്ഷത്തിൽ കാണാൻ വേണ്ടി കഴിയുന്നത്. അപ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, കർഷകരുടെ
പരമ്പരാഗത കാർഷിക മേഖലയിലെ ടെക്നിക്കായ കുരുമുളകിനകത്തുള്ള ഇറക്കി പതിപ്പിക്കൽ രീതി എന്ന് പറയുന്നത് വളരെ വിജയകരമാണ്, ഏറ്റവും മികച്ച ഉൽപ്പാദനം ഉണ്ടാക്കുന്നതാണ് എന്ന് ഈ അനുഭവത്തിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി പറ്റുമെന്നാണ് കാർഷിക മേഖലയിൽ നിന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ വേണ്ടി പറ്റുന്ന ഒരു അനുഭവമായിട്ട് നമുക്ക് പറയാൻ വേണ്ടി. നമുക്ക് കർഷകർ നമ്മളോടൊപ്പമുണ്ട്. ഇതാ സച്ചിൻ എവിടെയുണ്ട്, സണ്ണിയേട്ടൻ എവിടെയുണ്ട്, എൻ്റെ ഒന്നിച്ച് ശ്രീധരേട്ടനും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഈ ടെക്നിക്ക് വളരെ നല്ലതാണ് എന്ന് നമുക്ക് ഒരു കർഷകർക്ക് ആർക്കും ഇത് അനുകരിക്കാൻ പറ്റുന്നതാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടി പറ്റും.